രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അങ്ങനെയൊക്കെ നിയമസഭയിൽ രാഹുൽ CPM ശക്തമായി പിന്തുണയ്ക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് വലിയ തിരിച്ചടിയായി മാറി എന്നാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് UDF എടുക്കുന്നതിന് സുധാകരൻ പറഞ്ഞ തടസ്സം അദ്ദേഹം ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പരിഹരിച്ചു. ശ്രദ്ധിച്ചില്ല ഇന്നലെ എന്തായിരുന്നു സുധാകരൻ പറഞ്ഞത്? അല്ല, ഞങ്ങളിപ്പോൾ ഓരോന്നോരോന്നായിട്ട് അംഗീകരിക്കുകയും ഓരോന്നോരോന്നായിട്ട് എതിർക്കുകയും ചെയ്യേണ്ടതല്ലോ. പൊതുവായിട്ടില്ല ഞങ്ങൾ നിലപാട് സ്വീകരിക്കുക. രാജീവ് ഗാന്ധിയുടെ, അതായത് രാഹുലിൻ്റെ പിതാവിൻ്റെ കാര്യമാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞല്ലോ, കരുണാകരനും നേതാക്കന്മാരെല്ലാം നിൽക്കുന്നു വണ്ടിയായിട്ട്. എന്നിട്ട് രാജീവ് ഗാന്ധി എൻ്റെ ബാപ്പയുടെ കാറിലാണ് പോയത് എന്ന് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ പറഞ്ഞല്ലോ. മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ പറ്റി ഞാൻ പറഞ്ഞത് അന്നത്തെ ഒരു സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിശദീകരിച്ചത് മാത്രമാണ്. എനിക്ക് ആ കുടുംബവുമായിട്ട്, നെഹ്റു കുടുംബം ഉൾപ്പെടെയുള്ള കുടുംബവുമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് സുധാകരൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള തടസ്സം നീക്കുന്ന നിലപാട് ഇന്നലെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു എന്നുള്ളത് പറഞ്ഞു. കോൺഗ്രസിൽ നിന്നാണ് അദ്ദേഹം വന്നതെന്ന്, മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായോ വർഗ ബഹുജന സംഘടനകളുമായോ ഒരു ബന്ധമില്ല. ഇത് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിൽ CPM പയറ്റുന്ന രാഷ്ട്രീയ നിലപാട് ഒരു തിരിച്ചടിയായി മാറുകയാണ് എന്നുള്ളതിന്റെ തെളിവല്ലേ? ഒറ്റ കാര്യം, ജലീൽ ഭാഗികമായി ഇദ്ദേഹത്തെ പിന്തുണച്ചു. അപ്പൊ മലപ്പുറം ജില്ലയിൽ CPM വളർത്തിക്കൊണ്ടുവന്ന നേതാക്കൾ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായോ വർഗ ബഹുജന സംഘടനകളുമായോ ബന്ധപ്പെട്ടവരല്ല. ഞങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതിലിപ്പോൾ CPIM അംഗമായിരിക്കണം എന്നൊന്നും ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. ജലീൽ ഇപ്പോഴും പാർട്ടി മെമ്പറല്ല. കേക്ക് ജലീൽ ഇപ്പോഴും പാർട്ടി മെമ്പറല്ല. അൻവറും പാർട്ടി മെമ്പറല്ല. പാർട്ടി മെമ്പറല്ലാതെ ഒരുപാട് ആളുകൾ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് വിവിധ പാർട്ടികളിൽ നിന്നൊക്കെ വന്നവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ശക്തിയായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിന് മലപ്പുറത്തും ഇതുപോലുള്ള നിരവധി ആളുകളെ, ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് വരുന്ന ആളുകളെ, മാർക്സിസം ലെനിനിസം അടിസ്ഥാനപ്പെടുത്തിയൊന്നുമല്ല, ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് വരുന്ന ആളുകളെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർ മുമ്പോട്ടേക്ക് വന്നിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. ജലീൽ മാത്രമല്ല, നിരവധി ആളുകൾ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഓരോരാളെയും പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. ഓരോരാൾ പറഞ്ഞാലല്ലേ ആര് ആ ഭാഗം മതിയാക്കി. നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പിണറായിക്കെതിരെ വ്യക്തിപരമായിട്ട് ആരോപണമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടി എന്ന നിലക്ക് പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലക്കാണ് പിണറായി വിജയൻ കേരളത്തെ അറിയുന്നത്. അദ്ദേഹത്തിന് ഇത്ര ആരോപണം ഉന്നയിച്ചിട്ടും ശക്തമായ പ്രതികരണം, അല്ലെ അദ്ദേഹത്തിന് പാർട്ടിയായിട്ട് ബന്ധമില്ലെന്നും, അല്ലെ അദ്ദേഹത്തെ പാർട്ടിയിലുള്ള എല്ലാ സ്ഥാനങ്ങളിലും ബന്ധങ്ങൾ നീക്കുമെന്നെന്തുകൊണ്ടാണ് പറയാം? അദ്ദേഹത്തിന് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല. പാർട്ടി എന്ന രീതിയിലുള്ള ഒരു ബന്ധമില്ല. ഒന്നുകിൽ അദ്ദേഹം പാർട്ടി മെമ്പറാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബഹുജന സംഘടനയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനത്തിൽ അദ്ദേഹം ഉണ്ടാവണം. അതിൽ കേൾക്ക് അത് പുറത്താക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ അതിനിപ്പോൾ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. പാർലമെന്റ് പാർട്ടി യോഗം ചേരുകയല്ലേ ഉള്ളൂ. അതിൽ പുറത്താക്കാൻ അതിപ്പോൾ ഒരു യാന്ത്രികമായൊരു ചോദ്യമാണ്. അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട് തെറ്റായ പ്രചാരവേല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൂർഷ്വാ മാധ്യമങ്ങൾക്ക് അനുകൂലമായിട്ടും ബൂർഷ്വാ പാർട്ടികൾക്ക് അനുകൂലമായിട്ടും നിൽക്കുന്ന ഒരു നിലപാട്, അതിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന ആദ്യത്തെ സെൻറ്റൻസാണ് ഞാൻ വിശദീകരിച്ചത്. എന്നിട്ടും പിന്നെ എന്താണ് അത്ര ശക്തിയാവാതെ? ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ ശക്തിയാക്കി, നേരത്തെ അത്ര ശക്തി ഉപയോഗിച്ചിട്ടില്ല. ഈ ശക്തിയിൽ പറഞ്ഞാൽ പോരെ? പൂർണ്ണമായും അത് പറഞ്ഞു തീർക്കട്ടെ. പൂർണ്ണമായും ഈ പറയുന്ന അൻവറുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ കുളത്തി വിരിക്കേണ്ട കാര്യം ആരും ഓരോരുത്തർ പറഞ്ഞാലേ ചെയ്യും. ഇവിടെ പറയുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാർ എന്ന് വിശേഷിപ്പിച്ചത് LDF സർക്കാരിനെ, അതൊന്ന്. എപ്പോഴും പോലും പിണറായി വിജയൻ അതുകൊണ്ട് തിരിച്ച് LDF സർക്കാർ നയിക്കും. അതായത് പിണറായി വിജയനെതിരെയും കുടുംബത്തിനെതിരെ എപ്പോഴും ആരോപണങ്ങൾ വരുമ്പോൾ ഇത് പാർട്ടി തടുക്കാൻ ഇറങ്ങുക, പാർട്ടിയെ അല്ലെങ്കിൽ സർക്കാരിനെ ആക്രമിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ
ഈ പിണറായി വിജയൻ എന്ന് പറയുന്നതാണോ കേരളത്തിലെ പാർട്ടി, അദ്ദേഹമാണോ കേരളത്തിലെ അവസാനമാണ്? പിണറായി വിജയൻ എന്ന് പറയുന്നത് പാർട്ടിയല്ല. പിണറായി വിജയൻ പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്, ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സീനിയറായ പാർട്ടി നേതാവാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ഇവിടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ്. ഒരു കേസും പിണറായി വിജയനെതിരായിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി മറ്റേതെങ്കിലും മുഖ്യമന്ത്രിയെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞില്ലേ, അന്ന് പറഞ്ഞത് അസംബന്ധമാണെന്ന് പറയാൻ കാരണം എന്താ? പഴയ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ആളുകൾക്കും എതിരായിട്ട് കേസെങ്കിലും ഉണ്ട്. ആ കേസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ പിണറായിക്കെതിരായിട്ട് ഒരു കേസും നിലവിലില്ല. ആ കേസില്ലാതെ പിണറായി എങ്ങനെ അറസ്റ്റ് ചെയ്യുമെന്ന ചോദ്യം അന്ന് തന്നെ ഞങ്ങൾ ചോദിച്ചതാണ്. അതിലൊന്നും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം പിണറായിക്കെതിരായിട്ടുള്ള എല്ലാ പ്രചാരണ വേലയും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമായ നിലപാടിനെ രാഷ്ട്രീയമായിട്ട് നേരിടുന്നു എന്നുള്ളതാണ് കൃത്യമായ അർത്ഥം. ആരെ ഇപ്പം ഗൂഢാലോചനയുടെ കാര്യമില്ലല്ലോ, ആലോചന തന്നെ ശരിയായില്ലേ? അദ്ദേഹം പൂർണ്ണമായിട്ട് LDF നിന്ന് മാറിയെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചില്ലേ. ഇനി അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് പിന്നീട് വരും, മനസ്സിലാവും. ഇതിന്റെ അല്ല, അന്വേഷിക്കുന്ന ആരോപണങ്ങൾ കടമ്പില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് അന്വേഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അന്നും പറഞ്ഞത്, ഇന്നും പറഞ്ഞത്. ഇനി അന്വേഷിച്ച് പൂർത്തിയാക്കും. ഒരു മാസം ഉണ്ടല്ലോ ആ അന്വേഷണത്തിന് പൂർത്തിയാക്കാൻ. പിണറായി വിജയൻ അല്ല പാർട്ടി എന്നാണ്. പക്ഷേ നേരത്തെ പി ശശിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പി ശശി മാതൃകാപരമായിട്ടാണ് പെരുമാറുന്നത് എന്നതാണ്, പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ താങ്കളിപ്പോ പറയുന്നത് പി ശശിക്കെതിരെയുള്ള പരാതിയും അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം തീരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് പാർട്ടി അന്വേഷിക്കുന്നത്? അല്ല, നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ശശി. ആ ശശിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനാണല്ലോ. അദ്ദേഹം ആ നിലപാട് സ്വീകരിച്ചു. ഞങ്ങളെ മുമ്പിൽ പാർട്ടിയുടെ അത് ഗവൺമെന്റ് തലത്തിൽ, ഞങ്ങളുടെ തലത്തിൽ വരുമ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷിക്കാനുണ്ട് അന്വേഷിക്കും, അത്രയേ ഉള്ളൂ. ഇതിലെ രാഷ്ട്രീയമായി വളരെ കൃത്യമായ മറുപടി മാഷ് നൽകി കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച മൂർത്തമായ പ്രശ്നം ADGP അജിത് കുമാർ എന്ന ഒരു വ്യക്തി കേന്ദ്രീകരിച്ചാണ്. അതേക്കുറിച്ച് മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ ഇപ്പോഴും സംരക്ഷിച്ചു നിൽക്കുന്നുള്ള ഞങ്ങൾക്ക് ADGPയെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവുമില്ല, പാർട്ടിക്ക് ഒട്ടുമില്ല, ഗവൺമെന്റിനുമില്ല. ADGPയെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും അവസാനത്തെ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണത്തിന് വിധേയമാകുകയാണ്. അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വരുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ഒരു സംശയമില്ലാതെ ആവശ്യമായ നിലപാട് നടപടി ഗവൺമെന്റ് സ്വീകരിക്കും എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. അങ്ങനെ സ്വീകരിക്കണം എന്നാണ് CPM-ന്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യം അന്വേഷണം ഏൽപ്പിച്ചത്? ആരെ? പൂരം എപ്പോഴാണ്? പൂരം എത്ര മുമ്പുള്ളതാ? ഇപ്പോഴാണ് മറ്റോ ഈ ആരോപണം വന്നതിന് ശേഷമാണോ പൂരം അന്വേഷിച്ചത്? അദ്ദേഹത്തിന്റെ അഭിപ്രായം അതന്നെ, രണ്ട് അഭിപ്രായമാണ്. എന്താ പാർട്ടി, രണ്ട് പാർട്ടിയല്ല. CPIക്ക് CPIയുടെ അഭിപ്രായമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. അല്ലല്ല, അല്ല, അത് നിങ്ങൾക്ക് എന്തോ ഒരു വാലുണ്ട് ആ ചോദ്യത്തിനൊരു വാലുണ്ട്. ആ വാലിലേക്കൊന്നും ഞാനിപ്പോൾ വരുന്നില്ല. ഉത്തരം വളരെ വ്യക്തമാണ്. ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്ന ഒരാളുടെ പേരിൽ ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല. ഗവൺമെന്റിന്റെ മേലെ ആരോപണം ഉന്നയിക്കാനൊക്കെ ജനാധിപത്യ സമൂഹത്തിന്റെ മേലെ ആർക്കും അവകാശമുണ്ട്. എന്നാൽ ഞാൻ ഈ LDFന്റെ ഭാഗമായിട്ടില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കരിഞ്ഞുപോയ സൂര്യനാണ് എന്നും പിന്നെ ഇത് അവസാനത്തെ മുഖ്യമന്ത്രിയാണ് എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ അയാൾക്ക് അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് LDFന്റെ ഭാഗമായി LDF സ്വതന്ത്രൻ എന്ന MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമുള്ളതല്ല. അതുകൊണ്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ തുടർന്ന് അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും CPM-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ആര്? അത് അതിന് അൻവറൊന്നും വേണ്ട. CPM-നോട് ഞങ്ങളെ പറ്റിയുള്ള ഏറ്റവും വലിയ വിമർശനം ഇപ്പോഴും വിമർശനം അനുവദിക്കുന്നില്ല. അൻവർ പറഞ്ഞതാണ്, ഞാനിതൊന്നും പറയേണ്ടത് വെച്ച് അൻവർ പറഞ്ഞത് വിമർശനം അനുവദിക്കുന്നില്ല. നേരത്തെ നിങ്ങളെല്ലാം പറഞ്ഞതെന്നാ CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ, CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിക്കെതിരായി വലിയ വിമർശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഞങ്ങൾ അതും സ്വാഗതം ചെയ്തിട്ടുണ്ട്.
ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നല്ല വിമർശനം വേണം. വിമർശനത്തെ കേൾക്ക്, വിമർശനത്തെ നല്ലതുപോലെ സ്വാഗതം ചെയ്യുന്നവരാണ് ഞങ്ങൾ. വിമർശനം, സ്വയം വിമർശനം ഇല്ലാതിരുന്നാൽ പിന്നെ ഈ പാർട്ടിയില്ല. അതുകൊണ്ട് അന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്, ഇന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്, ഇനിയും വിമർശനത്തിലൂടെ തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അൻവർ പറയുന്നത് പോലെ വിമർശിക്കാൻ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണിത് എന്ന് നിങ്ങൾക്ക് പോലും ധാരണയുണ്ടാവില്ല എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും എതിരായിട്ട് വിമർശനം ഉണ്ടാകുന്നു. അതിനെന്ത് നിങ്ങൾക്ക് അത്ഭുതം? ഞാൻ പറഞ്ഞില്ല, എന്നെ പറ്റി വിമർശനമുണ്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട് വിമർശനമുണ്ട്. അങ്ങനെ വിമർശിച്ചുകൊണ്ട് മാത്രമേ പാർട്ടി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകുള്ളൂ. പോരെ? വിമർശനം ഉണ്ടാകാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിമർശനമൊക്കെ ഉണ്ട്. എല്ലാവർക്കും നല്ല ധൈര്യമുണ്ട്. പാർട്ടിയുടെ ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാർക്ക് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടായിരുന്നപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറിയുടെയും മുഖത്ത് നോക്കി വിമർശിക്കാനുള്ള ശേഷിയും കഴിവുമുള്ള പാർട്ടിയാണ് CPIM. അത്രയും മതിയല്ലോ. മറുപടി നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയണ്ട. ഇനി മുഖത്ത് നോക്കാണ്ട് മുഖത്ത് നോക്കിയിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു കാര്യവും പിണറായി വിജയന്റെ താല്പര്യവുമായി ബന്ധപ്പെട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു താല്പര്യവും പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ടില്ല. പിണറായി വിജയന്റെ മൂന്നാം ഊഴാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, നേരത്തെ പറഞ്ഞു നിങ്ങളങ്ങനെ പറയാൻ പാടില്ല. ആ വിമർശനം ഞാൻ ഉൾക്കൊണ്ടു. നിങ്ങൾ നേരത്തെ പറഞ്ഞ വിമർശനം ഞാൻ ഉൾക്കൊണ്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം ടേമിലേക്കുള്ള യാത്ര ഒഴിച്ചുവെക്കാനാവാത്ത ഒരു അജണ്ടയായി കേരളം കൈകാര്യം ചെയ്യുന്നു. അതാണ് ഒഴിച്ചുവെക്കാനാവാത്ത ഒരു അജണ്ടയായി കേരളം കൈകാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഒഴിവാക്കപ്പെടുക എന്നുള്ളതിനെ പറ്റിയാണ് കൃത്യമായിട്ട് ബൂർഷ്വാ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്ന ബൂർഷ്വാ പാർട്ടികളും അജണ്ട വെച്ച് ഒരു വികസനവും നടത്താൻ കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. ഇവിടെ 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 പറ, കുറേ ഒന്നും പറഞ്ഞില്ല ഇതുവരെ. അതിൻ്റെ മറുപടി എന്താ അറിയോ? ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ട കേസാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് കേസെടുക്കാൻ ഒരു തെളിവുമില്ല, കേസുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കേസും പിണറായി വിജയന് മേലെയില്ല. അത് ശരിയാണ്. അത് നമുക്ക് പരിശോധിക്കാം എന്തുകൊണ്ടാണ് വരുന്നത്. അതിനുത്തരം കാണാം. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹം കുറ്റവാളിയാണെന്നൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അദ്ദേഹം കുറ്റവാളിയാണെന്ന് പറയുന്ന ഒരു കാര്യവും ഞങ്ങളുടെ മുമ്പിൽ തെളിവായിട്ട് വന്നിട്ടില്ല. നമ്മൾ പരിശോധിക്കാം, എല്ലാം പരിശോധിക്കും. RSS നേതാക്കളെ കണ്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അന്വേഷിച്ച് വരട്ടെ എന്തിനാണ് കണ്ടത് എന്നുള്ളത് ഉൾപ്പെടെ. എന്തിനാണ് കണ്ടത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു ഭാഗിക ഉത്തരം പറഞ്ഞാൽ അത് ഭാഗിക സത്യമായിരിക്കും. ഒരു പൂർണ്ണ സത്യമായിക്കോട്ടെ. ഒരു പൂർണ്ണ സത്യാകുന്നതല്ലേ. അതിപ്പോൾ റിപ്പോർട്ട് വരട്ടെ, നമുക്കിപ്പോൾ നോക്കാം. നിങ്ങൾ ധൃതിപ്പിടിക്കുന്നത് എന്തിനാ? പാർട്ടിക്ക് ഇവരെ ആരെയും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ശരി, കുറേ ചോദ്യം ചോദിച്ചു. അതിന് സംശയം എന്താ? അല്ലാന്ന് ഉറപ്പല്ലേ? മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ചോദ്യം ചോദിക്കുകയും മൂർത്തമായ ഉത്തരം പറയുകയും ചെയ്യണം. അമൂർത്തമായ രീതിയിൽ ചോദിച്ചാൽ അമൂർത്തമായ ഉത്തരം പറഞ്ഞാൽ അമൂർത്തമായി തെറ്റായിരിക്കും. ഇല്ല, പ്രവർത്തിക്കുന്നില്ല. ഒരാളും പ്രവർത്തിക്കുന്നില്ല. അല്ല, അദ്ദേഹം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് പറഞ്ഞത്. ആ, ഇപ്പോഴും ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അതല്ലേ ഞാൻ മലയാളത്തിലല്ലേ നിങ്ങൾ ഇത്രയും പറഞ്ഞത്. നിങ്ങൾ ചോദിക്കുന്നില്ലേ? ഏതെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം?
സാമാന്യ മര്യാദ ഒരു ചോദ്യം ചോദിച്ചു. എന്താ വേണ്ടേ? ഒരാളെ അറസ്റ്റ് ചെയ്യണം, എന്താ വേണ്ടത്? എവിഡൻസ് ഒന്നും വേണ്ട അറസ്റ്റ് ചെയ്യാൻ. അത്രയൊന്നും നിങ്ങൾക്ക് അറിയാതെ ആളല്ലോ നിങ്ങൾ. FIR എഴുതണം. പിണറായി വിജയനെതിരായിട്ട് ഒരൊറ്റ FIR ഇല്ല, പിന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യുക? അപ്പോൾ പ്രചരണമാണ്, കള്ളപ്രചരണമാണ്. പ്രചരണം നടത്തുക എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. ആ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് രാഹുലും എന്ത് കേസാ രാഹുലും കേസ്? ഞാനത് പറയാണ്ട് വിടാൻ രാഹുൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കേസും ഇപ്പം നിലവിലില്ല. ഇല്ല. എന്താ കേസാ? നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമല്ലോ, പറയാം. നിങ്ങൾ ഡൽഹിയിലല്ലേ? ഏത് കേസാ? ഏതാ കേസ്? പറ. എന്ത് കേസ്? എന്ത് അപ്പീല്? ഇത് വായിക്കും മനസ്സിലാകാതെ നിങ്ങൾ. അതായത് ഉള്ളിൻ്റെ തോല് പിടിച്ചോളിയാ. ഉള്ളിയില്ലേ അതിങ്ങനെ പൊളിച്ച് അവസാനം നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആ ഉള്ളിൻ്റെ ഇത് തന്നെയായിരിക്കും. ഇത് ഞാൻ പറയാം. ഇനി ഞാൻ പറയാം. കേൾക്ക് ഞാൻ പറയാം. എന്താ FIR ഇല്ല അതിന്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നു. അതായത് കേസെടുത്തു, തെറ്റായ രീതിയിലാണ് കേസ് വന്നത്. ലാവലിൻ കേസ് യാതൊരു കേസും ഇല്ല എന്നുള്ള സത്യമാണ്, വസ്തുതാപരമായിട്ട് തെറ്റുമാണ്. പക്ഷേ CBI കേസെടുത്തു, രാഷ്ട്രീയമാണ്. ആ കേസ് അന്വേഷിച്ച് എല്ലാ കാര്യം കഴിഞ്ഞ് കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൊടുത്തു. ആ ചാർജ് ഷീറ്റ് ഒരു വിചാരണ പോലും നടത്താതെ ഹൈക്കോടതി തള്ളി. ആ കേസ് വിചാരണ പോലും വേണ്ടതില്ല എന്ന് പറയട്ടെ. അത്രയും ഒരു എവിഡൻസും കൃത്യമായിട്ടില്ല. ആ കേസ് തള്ളി. ആ തള്ളിയതിൻ്റെ മേലെ അത് തള്ളിപ്പോയത് ശരിയല്ല, ഇത് കേസ് വേണം എന്ന് പറഞ്ഞിട്ടാണ് CBI ഇവിടെ വരുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഒരുപാട് കൊല്ലമായി നിങ്ങൾ എഴുതാൻ തുടങ്ങിയിട്ട്. ഈ പറഞ്ഞ കൊല്ലം മനസ്സിലായില്ലേ? എന്നിട്ട് ഇതേവരെ ആ കേസ് എടുത്തില്ല. എടുക്കാതെ എന്തുകൊണ്ടാ? ഇല്ലാതിച്ച് എന്തെങ്കിലും വേണ്ടേ? പുതിയ എന്തെങ്കിലും വേണ്ടേ? എന്നാലേ എടുക്കാനില്ല, അതുകൊണ്ട് എടുത്തില്ല. ശരി, മതിയായി. എനിക്ക് പാർട്ടി PBO ഉണ്ട്.